ഹലോ ഗായ്സ്, ഞങ്ങളിവിടെ പുതിയങ്ങാടി നിർച്ചക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഞങ്ങളിങ്ങനെ ഒന്നിലും കയറിയിട്ട് വയ്യാത്തതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വട്ടം തിരിഞ്ഞ. അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയപ്പോഴാണ് രണ്ടാൾക്കാർ തന്നെ കണ്ട ഒരു സുന്ദരിയായ ഒരു വലിപ്പ് വരുന്നത്. അതിൻ്റെ അടുത്തേക്ക് പോകാൻ നിന്നപ്പോൾ പേടിയായതുകൊണ്ട് ഞാൻ പിന്നെ തന്നെ വന്നിട്ടോ. അപ്പം ഉണ്ടാക്കുക എൻ്റെ അപ്പച്ചി പറഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് പോയിക്കളൊന്നും എനിക്ക് ചെയ്യൂല. അപ്പോഴാണ് നമ്മളെ ഡി ജെക്കാരെ കൊട്ടേണ്ടപ്പോൾ എനിക്ക് അളക്കാൻ തുടങ്ങിയില്ലേ. അളക്കാൻ പറ്റിയിട്ട് കേട്ടാ. കാരണം എന്താ വെച്ചിട്ട് വെയ്യായിരുന്നു. അപ്പച്ചി പറഞ്ഞ അളക്കണ്ടാന്ന്. അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കുറച്ച് ആൾക്കാരെ കണ്ടത്. പിന്നെ അവിടെ നിന്ന് വളം ഇങ്ങനെ നോക്കി. പിന്നെ ഒരു മോതിരം അപ്പച്ചീൻ്റെ ഭാഗമായിട്ട് കിട്ടിട്ട പേരൊക്കെ എഴുതിയിരിക്കണേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് രണ്ട് കാക്കന്മാരെ കണ്ടത്. അവിടെ നിന്ന് ഒരു ഹെയർ ബാൻഡ് എടുത്താണ്ട് തല കെട്ടി. പെട്ടെന്നാണ് പറക്കാൻ പറ്റുന്നത് ഞങ്ങളെ. അപ്പം അതിന്മേൽ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നോക്കി ഇങ്ങനെ ഇരുന്ന്. അപ്പം എന്തായാലും വന്ന കാര്യം മുതലായില്ല. ഞങ്ങളവിടെ ഇങ്ങനെ കുറേ തണുപ്പുള്ള സാധനങ്ങളുണ്ട്. അതൊന്നും തിന്നാൻ പറ്റിയിട്ട് കേട്ടോ, എനിക്ക് വയ്യാത്തതുകൊണ്ട്. അപ്പം ഇങ്ങനെ നോക്കിയിരുന്ന് നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. പടക്കം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം പൊട്ട. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പം എൻ്റെ അപ്പച്ചീൻ്റെ വണ്ടി കുറച്ച് ദൂരെ ഇരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ പടക്കം ഇങ്ങനെ പൊട്ടുണ്ടായിരുന്നേ. അതിങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. എനിക്കൊന്നും തിന്നാൻ പറ്റില്ല തണുപ്പുള്ള. അപ്പം അപ്പച്ചീൻ്റെ ഭാഗ്യമായിട്ട് ഒരു ചായയും മക്രോണിയും കിട്ടിയിട്ടോ. അതിങ്ങനെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കണ്ട മക്രോണി. അങ്ങനെ ലാസ്റ്റ് കിട്ടിയിട്ട് ഞങ്ങൾ അത് സുഖമായിട്ടിരുന്ന് തിന്നിട്ടുണ്ടൊക്കെ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. ഓക്കെ, ബൈ.